ദൈവാലയത്തിൽ സ്ഥാപിക്കാൻ കൊണ്ടുവന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം. ഏതാണ്ട് 10 മിനിറ്റോളം കണ്ണ് തുറന്ന് തിരുസ്വരൂപത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നവരെ നോക്കുകയും ആ വർഷത്തെ മഞ്ഞുകാലത്തിനു വേണ്ടി അവർ കാത്തിരുന്നു. പക്ഷെ പ്രകൃതി ചതിച്ചു. അതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിച്ചു. ഇതാ അവർ വലിയൊരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ. മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്ന വെള്ളത്തോടൊപ്പം വലിയ വലിയ മഞ്ഞ് കട്ടകൾ ഒഴുകി വരികയും അങ്ങനെ ഈ ദൈവാലയ നിർമ്മാണത്തിൻ്റെ മുന്നിൽ വന്ന് ഈ കട്ടകൾ ഇങ്ങനെ അടിഞ്ഞുകൂടുകയും ഒരു പാലം നിർമ്മിക്കപ്പെടുകയുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പാലം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സ്വർഗത്തിലായിരുന്ന വചനത്തെ മാംസമാക്കി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവം ചാരിവെച്ച ഒരു കോവണി, അത് പരിശുദ്ധ അമ്മയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ ഇടപെടും. അത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമായിരിക്കും. ജീവിതത്തിൽ അവിടെയും ഇവിടെയും എത്താത്ത അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അമ്മ ഒരു പാലമായി ഇതിനിടയിൽ വന്ന് നിൽക്കും എന്നതാണ് ഈ സുന്ദരമായ തീർത്ഥാടന കേന്ദ്രം നമുക്ക് നൽകുന്ന സുന്ദരമായൊരു സന്ദേശം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കാനഡയിലെ ക്യുബെക് എന്ന സ്ഥലത്തു കൂടെ ശാന്തമായി ഒഴുകുന്ന സെയിൻറ്റ് ലോറൻസ് നദിയുടെ തീരത്ത് തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന അവർ ലേഡി ഓഫ് കെയ്പ് എന്ന പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തെ പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് 2 അത്ഭുതങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, ദൈവാലയത്തിൻ്റെ നിർമ്മാണത്തിനു വേണ്ടി സെയിൻറ്റ് ലോറൻസ് നദിയുടെ കുറുകെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ നിർമ്മിക്കപ്പെട്ട ഒരു പാലം. 2, ദൈവാലയത്തിൽ സ്ഥാപിക്കാൻ കൊണ്ടുവന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം. ഏതാണ്ട് 10 മിനിറ്റോളം കണ്ണ് തുറന്ന് തിരുസ്വരൂപത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നവരെ നോക്കുകയും ദൈവാലയത്തിലുണ്ടായിരുന്ന തൻ്റെ പുത്രൻ്റെ ക്രൂശിത രൂപത്തെയും നോക്കുകയും അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കണ്ണുകൾ സാധാരണ പോലെ പാതി അടഞ്ഞ രൂപത്തിൽ താഴേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ കെയ്പ് എന്ന് പറയുമ്പോൾ അറ്റം, മുനമ്പ് എന്നൊക്കെ ഒരർത്ഥമുണ്ട്. ഈ കെയ്പിലെ മാതാവ് നമുക്ക് നൽകുന്ന ഒരു സുന്ദരമായൊരു സന്ദേശം എന്ന് പറയുന്നത് ജീവിതത്തിൽ ചില അറ്റപ്പെടലുകൾ ഉണ്ടായേക്കാം. ഒറ്റപ്പെടലല്ല, അറ്റപ്പെടൽ. അതായത് അറ്റത്ത് പോയി നിൽക്കുക. അത് ചിലപ്പോൾ മരണത്തിൻ്റെ വക്കാകാം, കടക്കണിയുടെ വക്കാകാം. അതായത് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, പോയാൽ താഴേക്ക് വീഴും. അങ്ങനെയുള്ള അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വലിയൊരു ആശ്വാസത്തിൻ്റെ സന്ദേശമാണ് ഈ കാനഡയിലെ ക്യുബെക് എന്ന സ്ഥലത്ത് ശാന്തമായി നിലനിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രം. 1879 ഈ ദൈവാലയം പുനർനിർമ്മാണത്തിന് ആരംഭം കുറിക്കുന്നത്. അപ്പോൾ ഈ ദൈവാലയ നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികളൊക്കെ ഈ സെയിൻറ്റ് ലോറൻസ് നദിയുടെ മറുകരയാണ്. അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യം, ശക്തമായ ഒഴുക്കുള്ള ഒരു നദി കൂടെയാണ്. അതുകൊണ്ട് അവർ കാത്തിരുന്നു. എന്തിനു വേണ്ടി? അവർ മഞ്ഞുകാലത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ഈ മഞ്ഞ് മൂടിക്കഴിയുമ്പോൾ ഇത് നടന്നു പോകാവുന്ന രീതിയിൽ കട്ടിയുള്ള മഞ്ഞുകട്ടകളായിട്ട് ഈ വെള്ളം രൂപാന്തരപ്പെടും. അപ്പോൾ ആ വർഷത്തെ മഞ്ഞുകാലത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. പക്ഷെ പ്രകൃതി ചതിച്ചു. ആ വർഷം മഞ്ഞ് അത്ര ശക്തമല്ലായിരുന്നു. അതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. ഇവർക്കെല്ലാം സങ്കടമായി. പക്ഷേ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിച്ചു. ഇതാ അവർ വലിയൊരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ. മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്ന വെള്ളത്തോടൊപ്പം വലിയ വലിയ മഞ്ഞ് കട്ടകൾ ഒഴുകി വരികയും അങ്ങനെ ഈ ദൈവാലയ നിർമ്മാണത്തിൻ്റെ മുന്നിൽ വന്ന് ഈ കട്ടകൾ ഇങ്ങനെ അടിഞ്ഞുകൂടുകയും അങ്ങനെ ഈ ദൈവാലയത്തിൻ്റെ മുൻഭാഗം മുതൽ മറുകര വരെ സുന്ദരമായി മഞ്ഞുകല്ലുകൾ കൊണ്ട് അടക്കി ഒരു പാലം നിർമ്മിക്കപ്പെടുകയുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പാലം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ അത്ഭുതകരമായ പാലം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് വേറെ ആരെയുമല്ല, പരിശുദ്ധ കന്യകാമറിയത്തെ. സ്വർഗത്തിലായിരുന്ന വചനത്തെ മാംസമാക്കി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവം ചാരിവെച്ച ഒരു കോവണി, അത് പരിശുദ്ധ അമ്മയാണ്. അതൊരു പാലം തന്നെയല്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അറ്റപ്പെടലുകളുണ്ടാകും. കടക്കിണിയുടെ, മരണത്തിൻ്റെ, രോഗത്തിൻ്റെ, അങ്ങനെ അറ്റപ്പെടലുകളിൽ ഇതാ ഒരു താങ്ങായി അമ്മ കൂടെ ഉണ്ട് എന്നതാണ്. ഈ
10 മിനിറ്റോളം ഈ അമ്മയുടെ തിരുസ്വരൂപം കണ്ണു തുറന്ന് അവിടെയുള്ളവരെ നോക്കി അവർക്ക് നൽകുന്ന ഒരു സന്ദേശവും അത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ ഇടപെടും. അത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമായിരിക്കും. പ്രിയമുള്ളവരെ, മഞ്ഞുകാലം അതിൻ്റെ പൂർണ്ണതയിൽ എത്താതിരുന്നിട്ടും മഞ്ഞുകൊണ്ട് ഒരു പാലം തീർക്കാൻ ദൈവത്തിനാകുമെങ്കിൽ ജീവിതത്തിൽ അവിടെയും ഇവിടെയും എത്താത്ത അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അമ്മ ഒരു പാലമായി ഇതിനിടയിൽ വന്ന് നിൽക്കുമെന്നതാണ് ഈ സുന്ദരമായ തീർത്ഥാടന കേന്ദ്രം നമുക്ക് നൽകുന്ന സുന്ദരമായൊരു സന്ദേശം. അതിനാൽ പ്രിയമുള്ളവരെ, കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇന്ന് അൽഫോൺസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സമാനമായ ഒരവസ്ഥ എന്നോട് പങ്കുവയ്ക്കുകയുണ്ട്. ഒരുപാട് സന്ദേശങ്ങൾ വാട്സപ്പിൽ വരാറുണ്ടെങ്കിലും ഇത് എന്തോ പെട്ടെന്ന് എനിക്ക് തുറന്നു നോക്കണമെന്ന് മാതാവ് പറയുന്നത് പോലെ തോന്നി. തുറന്നു നോക്കിയപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം ഇതാണ്: അച്ഛൻ, എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, വീട്ടിൽ 2 സഹോദരിമാരുണ്ട്, പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടാണ് അച്ഛാ ജീവിക്കുന്നത്. അതെങ്ങനെ അച്ഛനോട് പറയണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അതാണ് സത്യം. ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധ അമ്മ കാനഡയിലെ ക്യുബക് എന്ന തീർത്ഥാടന കേന്ദ്രത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി നിന്നെ ഇങ്ങനെ കൈപിടിച്ചു നടത്താൻ ഞാൻ കൂടെ ഉണ്ടാകും എന്നൊരു ഉറപ്പ് നൽകിയത്. അതിനാൽ പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാവരെയും സമർപ്പിക്കാം. ഈ കുഞ്ഞിനെ മാത്രമല്ല, ഇതുപോലെ ദുരവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് അമ്മയിലൂടെ കർത്താവ് ഈശോ മിശിഹായിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്, കാരുണ്യവാനായ കർത്താവേ, ജീവിതത്തിൻ്റെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചില സമയത്ത് മുന്നോട്ട് പോകാനാവാതെ ചിലതിൻ്റെ എല്ലാം വക്കിൽ അറ്റത്ത് വന്നു നിന്ന് ഇനി എങ്ങോട്ട് എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുക. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് ആശ്രയം. ആ വലിയ ആശ്രയത്തിലേക്ക് അമ്മയുടെ കരം ഗ്രഹിച്ച് സഞ്ചരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ ആഗ്രഹം പൂർവാധികം ശക്തിയോടെ, തീഷ്ണതയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അങ്ങ് കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.